സംസ്ഥാന സർക്കാർ വാർ റൂമൊക്കെ സജ്ജീകരിച്ചുകൊണ്ട് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് ഈ ഗ്യാസുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി മറികടക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. കാരണം ഈ അവശ്യ സാധന നിയമം വന്നതോടുകൂടി അത് കൊണ്ടുവന്നത് ഈ പാനിക് പർച്ചേസ് ഒഴിവാക്കാനാണെങ്കിൽ പോലും ആളുകൾ ഇത് മുതലെടുക്കാൻ പൂഴ്ത്തിവെക്കാൻ കരിഞ്ചന്തയിൽ വിൽക്കാനുള്ള ശ്രമം നടത്തിയാൽ അതിനെ പ്രതിരോധിക്കുകയാണ് ലക്ഷ്യം. കേരളത്തിൽ ഇപ്പോൾ തന്നെ അറിയാം, നമുക്കൊരു 50% ഹോട്ടലുകൾ അടച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ വ്യാപകമായി തന്നെ ഹോട്ടലുകൾ അടച്ചു തുടങ്ങി. ഒപ്പം തന്നെ പല സ്ഥലങ്ങളിലും ഉച്ചഭക്ഷണം ലഭിക്കാത്തൊരു സ്ഥിതിവിശേഷമുണ്ട്. പരമാവധി മീൽസ് ഒഴിവാക്കിക്കൊണ്ട് തന്നെയാണ് ഹോട്ടലുകളെല്ലാം തന്നെ മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ വിറക് ഉപയോഗിച്ചുകൊണ്ടാണ് പല ഹോട്ടലുകളും ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ഗ്യാസ് ഏറെക്കുറെ എല്ലായിടങ്ങളിലും തീർന്നു കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ കൂടുതൽ വൈദ്യുതിയെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ഹോട്ടലുകൾ എത്തിയിട്ടുണ്ട്. അത് എല്ലാ ഹോട്ടലുകളുമില്ല. പിടിച്ചു നിൽക്കാനുള്ള ഒരു അവസാന ശ്രമത്തിലാണ് നമ്മളെ നാട്ടിലെ ഹോട്ടലുകൾ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ പറയുന്ന അനുസരിച്ചാണെങ്കിൽ 50% ഹോട്ടലുകൾ കേരളത്തിൽ ഇതിനകം തന്നെ പൂട്ടിക്കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ ഹോസ്റ്റലുകൾ, വിദ്യാർത്ഥികളും മറ്റും താമസിക്കുന്ന ഹോസ്റ്റലുകളും വർക്കിംഗ് വുമൻസ് ഹോസ്റ്റലുകളും ഉൾപ്പെടെ ഇത്തരത്തിലുള്ള ഭക്ഷണക്ഷാമം മൂലം, പാചകവാതക ക്ഷാമം മൂലം ഭക്ഷണം തയ്യാറാക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ പൂട്ടിക്കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ മറ്റുള്ള കുടുംബശ്രീയും മറ്റുള്ള ജനകീയ ഹോട്ടലുകൾ പലതും ഇതിനകം തന്നെ പൂട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ഇത് കൂടുതൽ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോകും. കാരണം വാണിജ്യ അടിസ്ഥാനത്തിൽ ലഭിക്കുന്ന സിലിണ്ടറുകളുടെ ഒരു വിതരണം നിർത്തിവെച്ചതോടുകൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് കേരളം പോയിട്ടുള്ളത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ പ്രതിസന്ധി പരിഹരിച്ചാൽ മാത്രമായിരിക്കും മുന്നോട്ട് പോവുക. നമുക്കറിയാം, ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് കേരളത്തിൽ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് കമ്മീഷണറേറ്റിൽ പ്രത്യേക വാർ റൂം പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെയും ഭക്ഷ്യ വകുപ്പ് മന്ത്രിയുടെയും നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിലൊരു വാർ റൂം പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. ഈ ഒരു സവിശേഷ സാഹചര്യത്തിൽ എങ്ങനെ ഈ ഒരു പ്രത്യേക സാഹചര്യം എങ്ങനെ മറികടക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും കേരളം ഉറ്റുനോക്കുന്നത്. അതിനുള്ള ഒരു നടപടിക്രമങ്ങളാണ്. ഒപ്പം തന്നെ ഓയിൽ കമ്പനികളുമായി മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഫോണിൽ സംസാരിച്ചു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ പ്രതിസന്ധി വർദ്ധിക്കുകയാണെങ്കിൽ, പ്രതിസന്ധി രൂക്ഷമാവുകയാണെങ്കിൽ പരമാവധി 90% ഹോട്ടലുകൾ പൂട്ടേണ്ടി വരും എന്നുള്ളൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും.